24 ന്യൂസിലൂടെ കേരളത്തിൽ ആദ്യമായി ഒരു കാട്ടാനയെ വെടിവെച്ചു. തമാശയല്ല. ശ്രീകണ്ഠൻ നായരുടെ ചാനലിലെ ഒരു അവതാരകൻ്റെ റിപ്പോർട്ടിംഗ് ആണ്. എക്സ്ക്ലൂസീവ്ലി ആദ്യമായി 24ലൂടെ ആ മയക്കുവെടി പൊട്ടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മയക്കുവെടി പൊട്ടിച്ചിരിക്കുകയാണ്. മയക്കുവെടി വെച്ചിരിക്കുന്നു ഉന്മേഷ്, മയക്കുവെടി വെച്ചിരിക്കുന്നു. ആദ്യ ഡോസ് മയക്കുവെടി വെച്ചിരിക്കുന്നു. 24ലൂടെ നിർണായക വിവരം 24 പുറത്തുവിടുന്നു. ആദ്യ മയക്കുവെടി വെച്ചിരിക്കുന്നു. ആദ്യ ഡോസ് മയക്കുവെടി വെച്ചിരിക്കുന്നു. കൃത്യമായി സ്പോട്ട് ചെയ്തുകൊണ്ട് ആനയെ മുനിത്തടത്ത് മയക്കുവെടി വെച്ചിരിക്കുന്നു എന്ന നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 24ലൂടെ ആദ്യമായി നമ്മൾ പങ്കുവെക്കുന്ന വിവരം, മറ്റൊരു ചാനലും പങ്കുവെക്കാത്ത വിവരം, ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. ആനയുടെ ജീവൻ രക്ഷിക്കാനുള്ള നിർണായക ദൗത്യത്തിലേക്ക് ഡോക്ടർ അരുൺ സക്രി അടങ്ങുന്ന 50 അംഗ സംഘം കടന്നിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ആനയുടെ ദുരവസ്ഥ ആദ്യഘട്ടം മുതൽ പുറത്തുവിട്ടത് 24 ആയിരുന്നു. പിന്നീട് പലകുറി ഈ ആന കാടാമറയത്ത്. ഇതിന്റെ ദൃശ്യം മുഴുവൻ കൊടുക്കാൻ പറ്റില്ല. കാര്യം ശ്രീകണ്ഠൻ നായർ കോപ്പിറൈറ്റ് കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ രീതിയിൽ മാത്രമേ അതിനെ കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ ആ റിപ്പോർട്ടിംഗ് കേട്ടിട്ട് ഒരു മയക്കുവെടി ആ റിപ്പോർട്ടറുടെ ആസനത്തിലാണ് എടുക്കേണ്ടിയിരുന്നതെന്ന് പറയേണ്ടി വരികയാണ്. സംഭവം അതിരപ്പള്ളിയിലാണ്. പരിക്കേറ്റ കാട്ടാന അത് ചികിത്സ കിട്ടാതെ പരിക്ക് ഗുരുതരമായി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ള വാർത്ത. ആ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പുറകെ പോയി എക്സ്ക്ലൂസീവ് സംഘടിപ്പിക്കാൻ പോയതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വനം വകുപ്പ് മയക്കുവെടി വെച്ച് ആനയെ പിടിച്ച് ചികിത്സ നൽകി വിട്ടയക്കും. ആ നടപടിക്രമം 24 ന്യൂസിലൂടെ ആദ്യം മയക്കുവെടി വെച്ചു എന്ന രീതിയിലൊക്കെ ആനയേക്കാൾ വലിയ വിറളി പിടിച്ചുകൊണ്ട് റിപ്പോർട്ടർ നിന്ന് റിപ്പോർട്ടർ ചെയ്യുന്ന കണ്ടിട്ട് ആദ്യം ചികിത്സ വേണ്ടത് അവനാണെന്ന് തോന്നി. 2 മയക്കുവെടി അവന് വെച്ച് അവനൊരു ചികിത്സയും കൊടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് തളച്ചിട്ട് വേണമായിരുന്നു ആ ആനയ്ക്ക് ബാക്കി ചികിത്സ കൊടുക്കേണ്ടിയിരിക്കുന്നത്. ഒരു കോല് കൈ കിട്ടിയ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഒരു സാമാന്യ ബോധം വേണ്ടേ? ബ്രേക്ക് പൊട്ടിയ വണ്ടിയെ പോലെ അങ്ങ് കത്തി കയറുകയാണ്. എന്ത് ചെയ്യുമെന്ന് പറയൂ. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമപ്രവർത്തനം. എന്തെങ്കിലും വിളിച്ചു പോവുക. എന്തായാലും 24ലൂടെ ആദ്യം മയക്കുവെടി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട കണ്ഠൻ നായർക്ക് വലിയ സന്തോഷമായി. എൻ്റെ റിപ്പോർട്ടർ ഞങ്ങളുടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന മൈലേജ് അത് ചില്ലറയല്ല, അവനൊരു പൊന്നാടയിട്ട് ആദരിക്കും എന്നതായിരിക്കും ശ്രീകണ്ഠൻ നായരുടെ ഒരു നിലപാട്. എന്തായാലും 24 ചാനലുകളുടെ റേറ്റിംഗ് കിടമത്സരത്തിൽ എത്രമാത്രം നിലവാരത്താഴ്ച ഉണ്ടാകുന്നു. വാർത്താ റിപ്പോർട്ടിങ്ങിൻ്റെ ഈ അനാവശ്യമായിട്ടുള്ള തിടുക്കവും വെപ്രാളപ്പെടലും ആവേശം കാണിക്കലും എന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് ഇതിലൂടെ വിളിച്ചുകൂവേണ്ടി വരുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ആനയെ ആദ്യമായി 24 ന്യൂസിലൂടെ മയക്കുവെടി വെച്ചു എന്ന് റിപ്പോർട്ട് ചെയ്ത ആ മഹാനെ എന്താണ് വിളിക്കേണ്ടതെന്ന് ആലോചിക്കുകയാണ്. മാധ്യമപ്രവർത്തനത്തിൻ്റെ നിലവാരം അത് പാതാളത്തേക്കാൾ താഴ്ന്ന അവസ്ഥയിലെത്തിയെന്ന് ഈ ഒരൊറ്റ പ്രതികരണം തെളിയിക്കുന്നുണ്ട്.